നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്വന്തം സഹോദരിയെ വേട്ടയാടാൻ, പച്ചയ്ക്ക് അപമാനിക്കാൻ ഒരു PR ടീമിനെ വളർത്തുക, തന്നെ വെള്ളപൂശാൻ അവരെ കൊണ്ട് പണിയെടുപ്പിക്കുക, രാഷ്ട്രീയത്തിൽ അതികായനായിരുന്ന അച്ഛനെ അവസാന കാലത്ത് ചതിച്ച് എല്ലാം കൈക്കലാക്കുക, കൂടെ നിന്നവരെയും രാഷ്ട്രീയത്തിൽ വളർത്തിയവരെയും പിന്നിൽ നിന്ന് കുത്തി ഇല്ലാതാക്കുക. ഇത്രയും പറയുമ്പോൾ തന്നെ മലയാളികൾക്ക് മനസ്സിലാകും പറഞ്ഞു വരുന്നത് മന്ത്രി ഗണേഷ് കുമാറിനെ കുറിച്ചാണെന്ന്. കാരണം അയാളുടെ വളർച്ചയ്ക്ക് പലരെയും ചതിച്ചതിൻ്റെ ചരിത്രവും കൂടിയുണ്ട്. ഗണേഷ് കുമാർ നല്ല ഒരു മന്ത്രിയാണ്. കിട്ടിയ വകുപ്പ് അയാൾ നന്നായി കൈകാര്യം ചെയ്യുന്നുമുണ്ട്. KSRTCയെ പഴയ പ്രതാപത്തിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം കഴിവിൻ്റെ പരമാവധി ശ്രമിച്ച് വിജയം കാണുന്നുമുണ്ട്. എന്നാൽ അയാളിൽ ഒരു ചതിയുടെ മുഖവും ഉണ്ടെന്ന് സ്വന്തം കുടുംബത്തിൽ നിന്നാണ് വെളിപ്പെടുത്തൽ. ഉമ്മൻചാണ്ടിയെ ഗണേഷ് കുമാർ ചതിച്ചതിന്റെ സത്യം തുറന്നടിച്ച് സ്വന്തം സഹോദരി ഉഷ മോഹൻദാസ്. ബാലകൃഷ്ണപിള്ള തന്നെ പറഞ്ഞിട്ടുണ്ട് ആ കേസിൽ ഉമ്മൻചാണ്ടിക്ക് ഒരു റോളുമില്ലെന്ന്. അച്ഛനോട് ഞാൻ ചോദിച്ചു, ഉമ്മൻചാണ്ടി സാറിനെതിരെയും ആരോപണം ഉണ്ടല്ലോ എന്ന്. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞത്, ദൈവദോഷം പറയരുത്, അദ്ദേഹത്തിന് ഒരു മനസ്സറിവും ഇല്ലാത്ത കാര്യമാണെന്ന്. സോളാർ നായികയുടെ വിവാദ കത്ത് ബാലകൃഷ്ണപിള്ളയുടെ കയ്യിൽ കിട്ടിയതിനെക്കുറിച്ചും ഗണേഷിന്റെ സഹോദരി വെളിപ്പെടുത്തുന്നുണ്ട്. ഉമ്മൻചാണ്ടിയെ കുടുക്കാൻ വലിയ ചതി നടന്നിട്ടുണ്ടെന്ന് ഉഷ തന്നെ തുറന്നടിക്കുന്നു. ഗണേഷിന്റെ വഴിവിട്ട ബന്ധങ്ങൾ കാശ് കൊടുത്ത് ഒതുക്കേണ്ട ഗതികേട് ബാലകൃഷ്ണപിള്ളയ്ക്കുണ്ടായി എന്ന് ഉഷ പറയുന്നു. ഉഷ മലയാളി വാർത്തയോട് പല സത്യങ്ങളും തുറന്നടിക്കുന്നുണ്ട്. ഗണേഷുമായുള്ള സ്വത്ത് തർക്കം കോടതിയിലാണ്. എന്നാൽ ഇപ്പോഴും ഉഷയെ സൈബറിടത്തിൽ അധിക്ഷേപിക്കുകയാണ് ഗണേഷിന്റെ PR ടീം. സ്വന്തം സഹോദരിയെ ആക്രമിക്കാൻ കാശ് കൊടുത്ത ആളുകളെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന നെറികെട്ട കളിയാണ് ഗണേഷ് കുമാർ കളിക്കുന്നത്. പല രീതിയിൽ ഗണേഷിനെ സഹായിച്ചിട്ടുള്ള ഉമ്മൻചാണ്ടിയെ വരെ അയാൾ ചതിച്ചു. കേരളം അത് പൊറുക്കില്ല. ഉമ്മൻചാണ്ടിക്ക് നേരെ ഇപ്പോൾ ഗണേഷ് കുമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ, അതിന് ജനങ്ങൾ തന്നെ മറുപടി കൊടുക്കുന്നുണ്ട്. ഗണേഷ് കുമാറിനെ കുറിച്ച്, സോളാർ കേസിനെ കുറിച്ചും ഉമ്മൻചാണ്ടിയെ ചതിച്ചതിനെ കുറിച്ചും ഉഷ മോഹൻദാസിന് പറയാനുള്ളത് കേൾക്കാം. അച്ഛന്റെ മനോഭാവം എന്ന് പറഞ്ഞാൽ എന്നാലും അവസാനം അച്ഛൻ മകന്റെ രക്ഷിക്കാനല്ലേ നോക്കുകയുള്ളൂ. പിന്നെ അഭിമാനത്തിന്റെ പ്രശ്നമുണ്ട്, മാനഭയം. അച്ഛൻ ഒരുപാട് മാനത്തെ വില കൊടുത്ത്, മാനം കാക്കണം എന്ന് വില കൊടുക്കുന്ന ഒരാളാണ്. ഒരു കുടുംബത്തിലൊരു പേര് മോശമാവണ്ടെന്ന് വിചാരിച്ച അച്ഛൻ ഒരുപാട് അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്തു. ഇല്ല എന്ന് പറയുന്നില്ല, അത് അവര് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്റർവ്യൂവില്. പിന്നെ അവര് കുടുംബത്തിന് മാനം രക്ഷിക്കാൻ ചില വിട്ടുവീഴ്ചകൾ, ചുരുക്കത്തിൽ പണം കൊടുത്ത് കാണണം. പണം കൊടുത്തോണ്ടാണ് അവര് ഒതുങ്ങിയതെന്ന് പറയാം ഒരു പക്ഷേ. തൊട്ടപ്പുറത്ത് പക്ഷെ എഴുത്ത് അതിനകത്ത് അച്ഛന് പങ്കില്ല, എഴുത്തിലില്ല. കാരണം ഈ ഒറിജിനൽ എഴുത്ത് അച്ഛന്റെ കൈ കിട്ടി. പിന്നെ ആരാ പേര് ഞാൻ പറയുന്നില്ല, അച്ഛന്റെ കൈ കൊണ്ട് കൊടുത്തു. അച്ഛനത് വാങ്ങിക്കുന്നത് ഞാൻ കണ്ടു, ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അച്ഛൻ ഇത് വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അച്ഛനോട്, അച്ഛൻ എന്തോ ഈ പഠിക്കുന്ന പരീക്ഷയാണോ എന്ന് തമാശക്ക് ഞാൻ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. നമ്മളിപ്പോ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. പറഞ്ഞു. അപ്പൊ ഞാൻ എടുത്ത് അച്ഛനോട് ചോദിച്ചു, സത്യമാണ് ഈ പറയുന്നത്? അച്ഛൻ ഉമ്മൻചാണ്ടി സാറിനെ പറ്റി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ, അതുമല്ലോ അതിനകത്തുണ്ടോ? അപ്പൊ അച്ഛൻ പറഞ്ഞ വാചകമാണ്, അയ്യോ ദൈവദോഷം പറയരുതല്ലോ, ഒന്നുമില്ല, അത് അങ്ങനത്തെ മോശപ്പെട്ട ഒരു കാര്യങ്ങളും അതിൽ എഴുതിയിട്ടില്ല. എന്നിട്ട് എങ്ങനെ ഉമ്മൻചാണ്ടി എന്ന വലിയ മനുഷ്യനെ എങ്ങനെ അപകീർത്തിപ്പെടുത്താൻ കഴിഞ്ഞു? ഇന്നലെ ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയെ കാണാൻ, അവർ കരയുമായിരുന്നു. ഞാൻ പറഞ്ഞു, ഈ സംഭവിച്ചു പോയതിന് എന്റെ കുടുംബം മുഴുവൻ ഞാൻ ദുഃഖിക്കുക. കാരണം അവരുടെ ഫാമിലിയും ഞങ്ങളുടെ ഫാമിലിയും കൂടെ വളരെ അടുത്ത ഒരു കുടുംബ. ഉമ്മൻചാണ്ടി സാറിന്റെ ഭാര്യ ബാബ ചേച്ചി എന്ന് പറഞ്ഞാൽ എന്റെ അമ്മയുടെ ഒരു സ്വന്തം അനുജത്തിയെ പോലെയാണ് അമ്മ കരുതുന്നത്. അവർക്ക് ഇങ്ങനെ ഗണേശ് ഇങ്ങനെ പറഞ്ഞു, അദ്ദേഹത്തെ പറ്റി എന്തോ പറയും, പിന്നെ ഈ എഴുത്തതിരി അതൊക്കെ പറഞ്ഞു. ഒത്തിരി വിഷമം അവർക്ക് തോന്നുമല്ലോ നാച്ചുറലി. ഗണേഷ് കുമാർ പറഞ്ഞു ചാണ്ടിയൂപ്പനെ കുറിച്ച് ചിലതൊക്കെ പറയാനുണ്ടോ? ഞാൻ അങ്ങ് ഉമ്മൻചാണ്ടിയെ പറ്റി, ഉമ്മൻചാണ്ടിയെ പറ്റി ചാണ്ടിയൂപ്പനെ കുറിച്ചും പറയാമെന്നോ? എന്താ ഇതൊക്കെ നമ്മള് തമ്മിൽ ചെളി വാരി എറിയേണ്ട കാര്യമല്ലല്ലോ. ഇത് സത്യത്തെ അദ്ദേഹം ഇതിനകത്ത് ഇവര് ഈ എഴുത്ത് കൂട്ടിച്ചേർത്ത വിഷയമായിട്ട് സത്യം ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല. മാത്രമല്ല അച്ഛൻ CBIക്ക് മൊഴി കൊടുത്തു. ഉമ്മൻചാണ്ടി സാറിനെ പറ്റി ഇങ്ങനത്തെ യാതൊരു ആരോപണങ്ങളും ഇല്ലാന്ന് അച്ഛൻ നേരിട്ട് മൊഴി കൊടുത്തു. അതും റെക്കോർഡിലുണ്ടല്ലോ. പിന്നെ ഈ 4 പേജ് എവിടുന്ന് വന്നു എന്ത് പറഞ്ഞു എന്നുള്ളത് പറയാൻ ഞാൻ ആളല്ല, കോടതി. CBIയുടെ ഫൈൻഡിങ്സിലുണ്ട് 4 പേജ് കൂട്ടിച്ചേർത്തു. അതെ അതിനെപ്പറ്റി ഞാൻ അഭിപ്രായം ആരാണ് എന്താണെന്നൊക്കെ എനിക്ക് അറിയാമെങ്കിലും ഞാൻ പറയുന്നില്ല. കാരണം അത് കോടതി ഇരിക്കുന്ന വിഷയം കോടതി പറയട്ടെ, കോടതി തീരുമാനിക്കണം. അപ്പൊ ഒരു വ്യക്തിയെ അപകീർത്തിപ്പെടുത്താൻ ഇങ്ങനെ വ്യാജരേഖ ചമയ്ക്കുക, വിൽപത്രം തിരുത്തുക, അതൊന്നല്ല പല കേസുകളില്, മറ്റേ അങ്ങേക്ക് അറിയാമല്ലോ, പല കേസുകളിൽ ഇങ്ങനെ വിൽപത്രം തിരുത്തുക,
ഇങ്ങനെയൊക്കെ ഒരു ഇത്രയും സമ്പത്തുള്ള ഇത്രയും പ്രതാപത്തിൽ വളർന്ന ഒരു കുടുംബത്തിൽ പറഞ്ഞ ഒരു വ്യക്തി ചെയ്യാമോ? അതേ പറ്റിയൊക്കെ ഞാൻ എങ്ങനെ അഭിപ്രായം പറയാം. പക്ഷെ എന്റെ കാര്യത്തിൽ എനിക്ക് അഭിപ്രായം, എന്റെ അച്ഛൻ ഒരിക്കലും 2 മക്കൾക്കായിട്ട് സകല സ്വത്തുക്കളും എഴുതി വെച്ചിട്ട് മരിക്കില്ല. അതെനിക്ക് 100-110% മരണത്തിന് തൊട്ട് മുൻപ് അച്ഛനെ കണ്ടിരുന്നു ദിവസം കണ്ടിരുന്നു. അച്ഛൻ എല്ലാ ആഴ്ചയും 2 ദിവസം വെച്ച് ഞാൻ പോവും. അച്ഛന് വേണ്ടുന്ന അല്ലാതെ സംസാരിക്കും, എന്തെങ്കിലും തടസ്സങ്ങൾ ഉന്നയിക്കും അച്ഛനെ കാണുന്ന? അച്ഛന് വിഷമമുണ്ട്. അച്ഛന് ഈ പറഞ്ഞ പോലെ ഒരു ഹൗസ് അറസ്റ്റ് പോലെ ആയിരുന്നു അച്ഛൻ. ആരോട് സംസാരിക്കുന്നു, എന്ത് സംസാരിക്കണം, അവിടെ ആളുണ്ടോ ഇതൊക്കെ? ഇതെല്ലാം ഈ മനോജ് പൊന്നച്ഛനാണ് അസിസ്റ്റന്റ്. അയാളാണ് ഇതിന്റെ ആളെ ഒഴിവാക്കി മകൾ എന്നുള്ള നിലയിൽ ഒറ്റയ്ക്ക് കാണാൻ പറ്റില്ല. കാണുമ്പം വിഷമം പറയും, പക്ഷെ സംസാരിക്കാനും ഒന്നും വളരെ അച്ഛന് വിഷമമുണ്ട്. പക്ഷെ ഒന്നും വിട്ടു പറയാൻ വയ്യ. കാരണം പൊളിറ്റിക്സ് ഐയുടെ കയ്യില്, NSS ഐയുടെ കയ്യില്. അപ്പൊ അച്ഛൻ അങ്ങോട്ട് പൂർണ്ണമായിട്ട് വിട്ടു പറയാൻ പറ്റത്തില്ല. പക്ഷെ അച്ഛന് വളരെ വേദനയുണ്ട്. ആ കാലഘട്ടത്തിൽ PC ജോർജ് ചില കമന്റുകൾ പറഞ്ഞിരുന്നു, അച്ഛനെ ഉപദ്രവിച്ച ഒരു മകന്റെ കഥയൊക്കെ. അതിൽ എന്തെങ്കിലും കഥയുണ്ടോ? അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അതെല്ലാം. പിന്നെ വിഷമമുണ്ട്, അത് ഓർക്കുമ്പോൾ വളരെ വിഷമമുണ്ട്. അച്ഛനെ മർദ്ദിച്ചിട്ടുണ്ടോ? ഞാനതെങ്ങനെ പറയാം. എന്റെ സഹോദരൻ ഒരു സൈഡിൽ എന്റെ അച്ഛൻ. ഞാൻ എന്തും ചെയ്യും, അതിന്റെ ഇടയ്ക്ക് വിഷമിക്കുകയാണ്. അതോർത്ത് അങ്ങ് കരഞ്ഞിട്ടുണ്ടോ? ഒരുപാട്. എന്റെ അച്ഛൻ കരഞ്ഞിട്ടുണ്ട്. പക്ഷെ തെറ്റുകളും പൊറുക്കട്ടെ. പിന്നെ എന്നിട്ടും അച്ഛൻ ക്ഷമിച്ചു. അച്ഛൻ ക്ഷമിച്ചു. മകനല്ലേ. അത് നമ്മുടെ കാര്യം ഓർത്ത് നോക്കും. നമ്മളെ മാതാപിതാക്കളാണ്. നമ്മുടെ മക്കള് എത്ര തെറ്റ് ചെയ്താലും ഒരു ലിമിറ്റ് കഴിയുമ്പോൾ നമ്മൾ മറക്കും. തെറ്റ് ചെയ്താൽ കുടുംബത്തിലെ മറ്റംഗങ്ങൾ ഇതിൽ ഇടപെട്ടില്ലേ അപ്പോഴൊക്കെ? അതോ എല്ലാവർക്കും ഗണേശനെ ഭയമാണ്. സത്യം അതാണ്. ഇപ്പൊ ഭയങ്കര ഭയമാണ്, എല്ലാവർക്കും ഭയമാണ്. അങ്ങ് മുമ്പൊരിക്കലും പ്രതികരിച്ചിട്ടുണ്ട്, ഒരു ഏകാധിപതിയെ പോലാണ് പലപ്പോഴും പെരുമാറുന്ന കുടുംബത്തിലൊക്കെ. അതെ, ഏകാധിപതി. ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞങ്ങളുടെ കീഴൂട്ട് വീട്ടിൽ ജനിച്ചു വളർന്ന ആളാണ് ഞാൻ. ഇവരൊക്കെ വന്നപ്പോഴത്തേക്കും കൊട്ടാരക്കരയ്ക്ക് മാറി. കീഴൂട്ട ഓരോ ബന്ധങ്ങളും, കീഴൂട്ട ഓരോ സ്ഥലങ്ങളും, അപ്പൂപ്പനെ പോലും കണ്ട ആള് ഞാനേ ഉള്ളൂ. അപ്പൂപ്പന്റെ മടിയിലിരുന്ന് വളർന്ന, ആ വളർത്ത കുടുംബത്തിൽ വളർന്ന ആളാണ് ഞാൻ. അപ്പൊ ആ കീഴൂട്ട ബന്ധങ്ങൾ മുഴുവൻ എനിക്കാണ്. പോകുന്നതും അവരുടെ എല്ലാ ആവശ്യങ്ങളും നടന്നതും എല്ലാം ഞാനാണ്. അച്ഛന് ഈ കുടുംബം എന്റെ പേര് എഴുതി വെച്ചതുമാണ്. കുടുംബ വീട് അച്ഛന്റെ അമ്മ മരിക്കുന്നതിന് മുമ്പേ പിന്നെ മൈനറായ ഉഷയ്ക്ക് ബാലകൃഷ്ണൻ കഴിഞ്ഞാലെന്ന് എഴുതി വെച്ചിരുന്ന ഒരു വീടാണ്. ആ വീടൊക്കെ എങ്ങനെ ഗണേശന്റെ കയ്യിൽ പോയി എന്നുള്ളതൊന്നും. ആ തറവാട്ട് വീട്ടിൽ അച്ഛന്റെ മരണശേഷം പോയിട്ടുണ്ടോ? ഇല്ല, പോയിട്ടില്ല. 16-ന്റെ അന്ന് ഇറക്കി വിട്ടതല്ലേ. പിന്നെ അച്ഛന്റെ അസ്ഥി നമസ്കരിക്കാൻ പോലും എന്നെ സമ്മതിച്ചില്ല. 16-ന്റെ അന്ന് ബിൽപത്രം പുറത്തു വന്നപ്പം ഗണേശൻ മോശമായിട്ടൊന്നും വന്ന് പെരുമാറിയില്ല, ഉള്ളത് പറയണം. പക്ഷെ എനിക്ക് ഷോക്ക്ഡായി. കാരണം എനിക്ക് എഴുതി വെച്ചിരുന്ന വീടില്ല, ഒന്നും വേണ്ട, കാല് കുത്താൻ ഒരു സ്ഥലമില്ല. ആ നാട്ടില് ഒരു 1 സെന്റ് പോലും എനിക്കില്ല. പിന്നെ ഞാൻ എങ്ങനെയാ നാട്ടിൽ പോകും? അങ്ങ് കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങിയത്. കരഞ്ഞുകൊണ്ടാണ്, എന്റെ കണ്ണീരോട് കൂടിയാണ് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഭർത്താവ് എന്തു പറഞ്ഞു? അദ്ദേഹം പിന്നെ ഒന്നിലും ഇടപെടത്തില്ല. സ്വത്തിനും പണത്തിനും ഒന്നും ഒട്ടും മോഹമുള്ള ആളുമല്ല. അല്ലെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലല്ലോ. അദ്ദേഹം ആണ് എന്റെ അച്ഛനെ ഒരു മകനെ പോലെ. 23 വയസ്സ് എന്റെ വീട്ടിൽ വന്ന് കയറിയ ആളാണ്. അന്ന് ഗണേശ് വളരെ ചെറുതാ. അപ്പൊ അച്ഛൻ ഒരു മകനെ പോലെ കൊണ്ടുവരുന്ന ആളാണ് എന്റെ ഭർത്താവ്. ആ വീട്ടിൽ അങ്ങനെ അച്ഛനെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ കൂടിയിരിക്കുന്നതും അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും എല്ലാം ചെയ്ത ഒരു മരുമകൻ എന്നല്ല, മകനെ പറയൂ അച്ഛൻ. ഈ യാമിനി തങ്കച്ചി, അവരെ കുറിച്ച് ഗണേശൻ പറയുന്നത് ഒരു ക്രൂരയായ, ആക്രമിക്കുന്ന, അങ്ങനെ ഒരു ആക്രമിക്കുന്നൊക്കെ അവരുടെ അവസ്ഥയെ നോക്കുക. അവരൊരു ഭാര്യയല്ലേ, 2 കുഞ്ഞുങ്ങളുടെ അമ്മയല്ലേ. അവരൊരു മര്യാദക്കാരിയായ സ്ത്രീ ആയിരുന്നു. അവർക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. അവര് തമ്മിൽ ചിലപ്പോ ചേർച്ച കുറവുകൾ, അത് എന്തിന്റെ പേരിലാണെന്നുള്ള അവരുടെ പേഴ്സണൽ കാര്യം. അവർക്ക് വലിയ യോജിപ്പുണ്ടോന്ന് വെച്ചാൽ ആ കുട്ടി നല്ലൊരു കുട്ടിയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയുന്ന ശരിയല്ലല്ലോ. ഭാര്യ ഭർത്താവ് അല്ല. പക്ഷെ അച്ഛന് ബാലകൃഷ്ണപിള്ള പറഞ്ഞിരുന്നു, മന്ത്രിമന്ദിരങ്ങളിൽ പോലും മറ്റിടപാടുകൾ നടക്കുന്നുവെന്ന്. യാമിനി പറഞ്ഞിട്ടുണ്ട്. യാമിനിയുടെ ഇന്റർവ്യൂലുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്ത് യൂട്യൂബിൽ ഇതിലൊക്കെ വരുന്നുണ്ടല്ലോ. ഈ കാര്യങ്ങളൊക്കെ അന്ന് അറിയാമായിരുന്നു കുടുംബത്തിലുള്ള എല്ലാവർക്കും? കുറെയൊക്കെ അറിയാം. പറഞ്ഞില്ലേ, നമ്മുടെ സഹോദരനെ വിട്ട് നമുക്ക് അങ്ങനെ നിൽക്കാനും പറ്റത്തില്ലല്ലോ. പക്ഷെ ആ കുട്ടിയെ വിട്ടില്ല. ലാസ്റ്റില് ഈ ബന്ധം പിരിഞ്ഞ് പോകുമ്പം അച്ഛൻ പറഞ്ഞു, ആ കുട്ടിക്ക് അമ്മയില്ല, അച്ഛനില്ല, സഹോദരങ്ങളില്ല, ആരുമില്ല. ഈ 2 മക്കള്, കൊച്ചു കുഞ്ഞുങ്ങള്. ഇവരുമായിട്ട് പിരിയുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു, മോള് പോകണ്ട, ആ വീട്ടിൽ നിന്ന് ഇറങ്ങണ്ട, റോഡിലോട്ട് ഇറക്കി വിടുന്ന ശരിയല്ലല്ലോ. അപ്പൊ അച്ഛനാണ് തീരുമാനം. അച്ഛൻ വെച്ചു കൊടുത്ത വീടാണ്, വഴുതക്കാട് വീട്. അച്ഛൻ വെച്ചു കൊടുത്ത ഗണേശൻ. അങ്ങനെ മോള് ഈ വീട്ടിൽ നിന്ന് ഒരിടത്തും പോകണ്ട, കുഞ്ഞുങ്ങളെ കൊണ്ട് അവിടെ തന്നെ കഴിയുമെന്ന് ഇറക്കി വിട്ടില്ല.
ഇറങ്ങേണ്ട അവസ്ഥയായിരുന്നു. പക്ഷെ ഇറക്കി വിടണം എന്ന് വല്ലതും ആ, ഗണേഷ് കുമാർ ആവശ്യപ്പെട്ടോ? ഗണേശന്റെ വീടല്ലേ, ഗണേശന്റെ പേരിലുള്ള വീടല്ലേ, അച്ഛൻ വെച്ചു കൊടുത്ത ഗണേശന്റെ പിന്നീട് പേരിൽ മാറ്റി യാമിനിയുടെ പേരിൽ എഴുതി കൊടുത്തോ? എഴുതി കൊടുത്തു. അതിന് എഴുതി മടിയൊന്നും പ്രകടിപ്പിച്ചില്ല. അല്ല, മടി ഉണ്ടാവും, പക്ഷെ അച്ഛൻ സ്ട്രിക്റ്റ് ആയിട്ട് ഇറങ്ങണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതാണ് ഉമ്മൻചാണ്ടി സാറിന്റെ മീഡിയേഷൻ. അത് പറയുകയാണെങ്കിൽ സത്യത്തിൽ ഇത് യാമിനിയാണ് പറയേണ്ടത്. പക്ഷെ ഞാനിപ്പം ഇങ്ങനെ ഒരു വിഷയം ഉള്ളതുകൊണ്ട് പറയുവാണ്. 498 പ്രകാരം യാമിനി പരാതി, 498A അറിയാലോ, ഗാർഹിക പീഡനം, അത് പ്രകാരമുള്ള കേസ് യാമിനി ആദ്യം മുഖ്യമന്ത്രിയെ കണ്ടു കൊടുത്തു, ഉമ്മൻചാണ്ടി സാറിന്. രണ്ടാമതും കൊടുത്തു, അദ്ദേഹം അനങ്ങിയില്ല. വകുപ്പ് മന്ത്രി അദ്ദേഹം കൂടെ നിന്നു എന്ന് വേണം പറയാൻ, രക്ഷിച്ചു. അവസാനം നിവൃത്തിയില്ലാതെ യാമിനി സ്റ്റേഷനിൽ പോലീസ് കമ്മീഷണർക്കും പരാതി കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു അറസ്റ്റ് വാറന്റും FIRഉം രജിസ്റ്റർ ചെയ്തു. അതാണ് സത്യം. അത് പേപ്പറിലൊക്കെ ഉള്ള കാര്യമാണ്, ഞാൻ പറയണ്ട. അപ്പോൾ അതിൽ ഉമ്മൻചാണ്ടി നിരപരാധിയാണ്. ഉമ്മൻചാണ്ടി പക്ഷെ ഇപ്പോൾ ഗണേഷ് പറയുന്നത് എന്റെ മന്ത്രിസ്ഥാനം തെറിപ്പിച്ചു, തിരികെ കയറ്റുമെന്ന് വാക്ക് നൽകി, ഒടുവിൽ ഉമ്മൻചാണ്ടി ചതിച്ചു എന്നാണ്. അപ്പോ ആ അവസ്ഥയിൽ ഉമ്മൻചാണ്ടി സാറും വൈഫും എല്ലാവരും കൂടി ഇവരെ രണ്ടുപേരെയും കൗൺസിൽ ചെയ്തു. ഒത്തുതീർപ്പ് ചർച്ച ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹം മുഖ്യമന്ത്രി നേരിട്ട് അവരുടെ വീട്ടിലായിരുന്നു. പിന്നെ ഷിബു ബേബി ജോണും ഉണ്ടായിരുന്നു. ഷിബു ബേബി ജോൺ അങ്ങ് തെറ്റി ഭയങ്കരമായിട്ട്. ഷിബു ബേബി ജോണും എന്റെ സിസ്റ്ററിന്റെ ഹസ്ബൻഡ് T ബാലകൃഷ്ണൻ, അവർ രണ്ടുപേരും കൂടെ ആയിരുന്നു മീഡിയേഷന് പൊയ്ക്കൊണ്ടിരുന്നത്. പോയി സംസാരിച്ചു. അദ്ദേഹം ഒരുപാട് ശ്രമിച്ചു ഇത് ഒത്തുതീർപ്പാക്കാൻ. പക്ഷെ നടന്നില്ല. യാമിനി വളരെ സ്ട്രോങ് ആയിട്ട് ഇനി ഈ ജീവിതം മടുത്തു എന്നുള്ള രീതിയിൽ തന്നെ അവർ നിൽക്കുകയായിരുന്നു. അപ്പം അവര് ചില ഡിമാൻഡ് വെച്ചു എന്നുള്ള ശരിയാ. കുഞ്ഞുങ്ങളെ വളർത്തണ്ടേ, 2 കുഞ്ഞുങ്ങളെ, ചെറിയ കുട്ടികൾ, അവരെ 2 ആൺകുട്ടികൾ, അവരെ പഠിപ്പിക്കണം. യാമിനിക്ക് ആരുമില്ല, അപ്പോൾ അവരെ വളർത്തണം. അപ്പോൾ കുറച്ച് ക്യാഷും ഡിമാൻഡുകളും ഒക്കെ ചോദിച്ചു. അത് കൊടുക്കേണ്ട ഒരു റൈറ്റ് അല്ലേ, ഒരു അച്ഛന്റെ റൈറ്റ് അല്ലേ. അതാണ് പറഞ്ഞത്, എന്റെ പൈസ എല്ലാം തട്ടിപ്പറിച്ചു കൊടുത്ത് എന്റെ മക്കളെ എന്നിൽ നിന്ന് അകറ്റി. അതാണ് പറഞ്ഞത് അല്ലേ. പക്ഷെ അതില് ഉമ്മൻചാണ്ടി എത്ര നിരപരാധിയാണ്. അദ്ദേഹം വളരെ നിരപരാധി. അദ്ദേഹമാണ് ഇത് ഒത്തുതീർപ്പാക്കാൻ രക്ഷിച്ചതും. ഒത്തുതീർപ്പാക്കിയില്ല എങ്കിൽ പിന്നീട് മന്ത്രിയാവാനും കഴിയില്ല. മന്ത്രിയാവുന്നല്ല, ഇന്നും മത്സരിക്കാൻ പോലും കഴിയാത്ത നിലയില്ല ശിക്ഷ കിട്ടിയാൽ. അപ്പൊ അദ്ദേഹം രക്ഷിച്ചു എന്നേ എനിക്ക് പറയാനുള്ളൂ. അദ്ദേഹം ഒരിക്കലും തകർത്തില്ല കുടുംബം ഒത്തുതീർപ്പാകാൻ നോക്കി, അത് നടക്കുന്നില്ല. അത് ഭാര്യയും ഭർത്താവിന്റെയും ഇഷ്ടമല്ലേ. അപ്പൊ സഹായിച്ച ഓരോരുത്തരെയും പിന്നീട് ഉപദ്രവിക്കുന്ന ഒരു കാഴ്ച സ്വന്തം സഹോദരിയോട് ചെയ്യുന്നതിൽ കൂടുതൽ അതാണ്. സ്വന്തം ഞാൻ കൂടെ ഇപ്പൊ മൂത്ത ചേച്ചിയല്ലേ, ആ കോടതിയിലെ മീഡിയേഷൻ ടോക്കിലൊക്കെ എന്നോട് സംസാരിക്കുന്ന കേട്ട തകർന്നു. ഒരു അമ്മയെ പോലെ എടുത്തോണ്ട് നടന്ന് ആഹാരവും വാരിക്കൊടുത്ത് വളർത്തിയ ഒരു ചേച്ചിയാ. എന്നോട് സംസാരിക്കുന്ന രീതി എത്ര കൾച്ചർ ഇല്ലാതെ, എത്ര ക്രൂരമായിട്ടാ സംസാരിക്കുന്നത്. മോശം, വളരെ മോശം. കേട്ടു. ചീത്ത വിളിച്ചിട്ടുണ്ടോ? ചീത്തയല്ല, അതിനേക്കാൾ മോശമായിട്ടാ സംസാരിച്ചത്. എനിക്കത് ഇവിടെ പറയാൻ പറ്റത്തില്ല. ആരെങ്കിലും ഒക്കെ മുന്നിൽ വെച്ചാണോ അതോ എല്ലാവരും കേൾക്കുക? അഡ്വക്കേറ്റ്സ് അവർ പലരും ഇറങ്ങിപ്പോയി, ഇഷ്ടപ്പെടാതെ പലരും ഇറങ്ങിപ്പോയി. പലരും മുഖം തിരിച്ചിരുന്നു കേട്ട് എന്താ സംസാരിക്കണ്ടേന്ന് അറിഞ്ഞിട്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.